ആ, പി സി ജോർജാണ് നമ്മോടൊപ്പം ചേരുന്നത്. സാർ നമസ്കാരം. നമസ്കാരം. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം എന്താണ് അഭിപ്രായം? എന്തിലേക്കുള്ള ദിശാസൂചികയായിട്ട് തോന്നുന്നു? എനിക്ക് എല്ലാ രാഷ്ട്രീയക്കാരുടെയും അഭിപ്രായ പ്രകടനം കണ്ടപ്പോൾ ചിരി വന്നു. UDF 10,000 വോട്ട് കുറഞ്ഞു, LDF 10,000 വോട്ട് കുറഞ്ഞു. അത് ആ 10,000 പേരെ അൻവർ കൊണ്ടുപോയി. എന്നാൽ NDAക്ക് മാത്രം കഴിഞ്ഞ തവണത്തേക്കാൾ 300 വോട്ട് കൂടുതൽ കിട്ടി. അത് ആരും വിടുന്നില്ല. NDA തകർന്നെന്നാണ് പറഞ്ഞു. ഞങ്ങളെ BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് പതുക്കെ ഞങ്ങൾ ശക്തിയില്ലാത്ത കേന്ദ്രമെന്ന് അറിഞ്ഞുകൊണ്ട് മത്സരിച്ചത്. ഞങ്ങളുടെ താമസിച്ചിഹ്നം ജനങ്ങളെ ഹൃദയങ്ങൾ വേണം, അതിനുവേണ്ടി മത്സരിച്ചത്. കഴിഞ്ഞ തവണത്തേക്കാൾ 300 വോട്ട് കൂടുതൽ കിട്ടി. അപ്പൊ ആകപ്പാടെ ജയിച്ചത് ഞങ്ങളാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. പക്ഷെ നമുക്കറിയാം, ഷൗക്കത്ത് എന്ന് പറയുന്ന വ്യക്തി അവിടെ നിറഞ്ഞിരിക്കുന്ന വിഭാഗമായിരുന്നു. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച് വോട്ട് ഷൗക്കത്ത് കിട്ടിയില്ല. കാരണം അൻവർ കൊണ്ടുപോയി കളഞ്ഞത്. അൻവറിന്റെ സ്വാധീനം വളരെ വലുതാണ്. സത്യത്തിൽ ചെയ്യേണ്ടിരുന്നത് കോൺഗ്രസ് പാർട്ടി അൻവറിനെ കൂടെ കോൺഗ്രസിൽ എടുത്തിട്ട് അൻവറിനെ സ്ഥാനാർത്ഥി 30,000 വോട്ടിന് ഭൂരിപക്ഷത്തിന് അവർക്ക് ജയിക്കാമായിരുന്നു. വേറെ പ്രശ്നമുണ്ട്. വേറെ വലിയ പ്രശ്നം അൻവറിന്റെ വലിയ പ്രശ്നമുണ്ട്. അൻവർ ആവശ്യപ്പെട്ടതെന്താ? അൻവർ ആവശ്യപ്പെട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ 2 സീറ്റും ആഭ്യന്തരമന്ത്രി സ്ഥാനം വേണമെന്നും പറ്റും പറയാമെന്ന് പറഞ്ഞാൽ ഒപ്പു. അതാണ് സതീശൻ എതിർക്കാൻ കാര്യം. അല്ല, സതീശനെ കുറ്റം പറയണ്ട. ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ എല്ലാ മുന്നണിയും വെച്ച് നോക്കുമ്പോൾ ഞങ്ങള് ഇരിക്കുക. ഞങ്ങൾ നോക്കുമ്പോൾ എന്റെ നിഷ്പക്ഷ കാഴ്ചപ്പാട് ജയിച്ച ഏക നേതാവ് VD സതീശൻ. കാരണം അയാളെ ഇപ്പോൾ തന്റെ ഇടപെട്ടിരുന്ന പുറത്താക്കിയിട്ടും അയാൾ ജയിക്കുക എന്ന് പറഞ്ഞാൽ അത് അയാളുടെ ഒരു വ്യക്തിത്വം തന്നെയാണ്. അത് VD സതീശനെ ബഹുമാനിച്ച പറ്റുന്നതല്ലേ. നിലമ്പൂരിന്റെ ഫലത്തിന് ശേഷം സതീശനാണ് ഒരു മാർക്ക് നേടിയിരിക്കുന്നത്. പി സി ജോർജിന്റെ യാതൊരു സംശയമുണ്ട്, സതീശനാണ് മാർക്ക് നേടിയിരിക്കുന്നത്. ഓക്കെ. ഈ അൻവർ ഇനി UDF വരുമ്പോ എന്താണ് സാർ, അതിനുള്ള സാധ്യതയുണ്ടോ? UDF എടുക്കാൻ ആർക്കും വേണ്ടാത്ത പറയുന്നത് മുസ്ലിം ലീഗ് ചിലപ്പോൾ ആണെന്ന് പറയും. എങ്ങനെ സതീശനോട് പോകാൻ പറ്റുമായിട്ട്? സതീശനെ കൊണ്ടുപോകാനില്ലോ. അൻവറിനെ എങ്ങനെ വിശ്വസിക്കും? അൻവറിനെ പറ്റുന്ന പല പ്രധാനമന്ത്രിയോട് സംസാരിച്ച BJP ചേരാൻ പല മാർഗം ഉണ്ടോന്ന് ആലോചിച്ചിട്ട് അതായിരിക്കും പിടിച്ചിരിക്കാനാണ്. BJPയുടെ വാതിലുകൾ തുറന്നിട്ടേക്കാണ് ഈ സമയം. തുറന്നിട്ട് ഞങ്ങൾ BJPയുടെ വാതിൽ തുറന്നിട്ടിരിക്കുകയല്ല. ഒരു പ്രത്യേക സാധ്യത കേരളത്തിൽ മാത്രം വന്നാൽ ഒരുമാതിരി മാനവികക്കാന്ന് വാക്ക് അവരാരും സ്വീകരിക്കാന്നുള്ള ലൈനാണ് നിങ്ങളത്. അതുകൊണ്ടാണ്. ഓക്കെ സാർ, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അവസാനമായി ഒരു ചോദ്യം കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. ഒരു മത്സര രംഗത്തേക്ക് പി സി ജോർജ് ഉണ്ടാവുമ്പോ കേരളത്തിൽ മത്സര ചിത്രം തന്നെ ഏത് മണ്ഡലമാണെങ്കിലും മാറും. ആ ഒരു ചോദ്യമൊക്കെ ചോദിക്കാവുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? എത്തിയിട്ടുണ്ട്. പക്ഷെ പാർട്ടി നേതൃത്വം പറയുന്നത് പോലെ എന്തോ അത് ചെയ്യും. അപ്പൊ പാർട്ടി നിൽക്കാൻ പറയാൻ നിൽക്കും. സാധിക്കുന്നുണ്ടോ? നിലവിലെ കേരളത്തിന്റെ ഒരു സാഹചര്യം വെച്ച് വലിയ രീതിയിലുള്ള മുന്നണി സമവാക്യങ്ങൾ, വലിയ രീതിയിലുള്ള തിരുത്തലുകൾക്കൊക്കെ ഒരു സാധ്യത ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നുണ്ട്. പി സി ജോർജിന് ഒരു മടങ്ങിവരവ് പ്രതീക്ഷിക്കാമോ? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ എങ്ങനെ പ്രതികരിക്കും? മടങ്ങിവരവല്ല, ഞാൻ മടങ്ങണ്ടല്ലോ. ഇപ്പൊ തന്നെ ഉണ്ട് ഫീലിംഗ്. അല്ലല്ല, ഞാൻ ഉദ്ദേശിച്ചത് UDF പഴയ തറവാട്ടിലേക്ക് താങ്കളായ ഞാൻ ജീവനോടത്തോളം കാലം വൃത്തികളിൽ ഞാൻ കാര്യവാരിയെന്ന് ഞാൻ ഉത്തരം പറഞ്ഞിട്ടില്ല. അത് ഞാൻ സമ്മതിക്കില്ല. ഞാൻ BJPയുടെ സജീവ പ്രവർത്തനമാവും. എന്റെ മകനുണ്ട് ഷോൺ ജോർജ്. അവൻ വളരെ സ്ട്രോങ് ആയ BJPയുടെ ഒരു നേതൃപദവിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. പിന്നെ ഞാൻ അതിനകത്ത് വഞ്ചന കാണിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. തീർച്ചയായും. വളരെ സന്തോഷം സാർ. താങ്ക് യു. ഓക്കെ.